മറ്റൊരു വാർത്തയിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ മൊഴിയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പെൺസുഹൃത്തായ ഫർസാനയെ കൊലപ്പെടുത്തിയത് പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ച വൈരാഗ്യം കാരണമെന്നും മൊഴി. ലത്തീഫിനെ കൊല്ലാൻ പോകുമ്പോൾ നാഗരുകുഴിയിലുള്ള കടയിൽ നിന്നും സിഗരറ്റും മുളകുപൊടിയും അഫാൻ വാങ്ങിയിരുന്നു. കൊല നടത്തുമ്പോൾ ആരെങ്കിലും വന്നാൽ അവരെ അപായപ്പെടുത്താനാണ് മുളകുപൊടി വാങ്ങിയതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, അഫാന്റെ മൊഴികളെല്ലാം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. കൊലപാതകം വളരെ ആസൂത്രിതമായിരുന്നു. കൃത്യമായി കൊലപാതകം നിർവഹിക്കുമ്പോൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് വന്നാൽ അവരെ അപായപ്പെടുത്താനുള്ള മുളകുപൊടി വരെ ഇയാൾ കരുതിയിരുന്നു എന്നുള്ളതാണ്. പണയം വെച്ച സ്വർണ്ണമാല തിരികെ ചോദിച്ചതിൻ്റെ വൈരാഗ്യം തൻ്റെ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താൻ കാരണമാകുന്നു. മൊഴികളിൽ പോലും ചിലത് മാറ്റി പറയുന്നുമുണ്ട് അഫാൻ. അങ്ങനെയല്ലേ ടിൻഡു ദാസ്? തീർച്ചയായിട്ടും വിനോദ, ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതി അഫാൻ നൽകുന്ന മൊഴികൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം അഫാന്റെ ഉമ്മുമ്മ നസീബ ബീവിയെ കൊലപ്പെടുത്തിയ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിനിടയിലാണ് അഫാൻ ഞെട്ടിക്കുന്ന ഈ മൊഴികൾ പുറത്തു പറയുന്നത്. അതായത് നസീബ ബീവിയെ കൊല്ലാൻ പോകുന്ന സമയത്ത്, ചുള്ളാളത്തെ വലിയപ്പാനെയും വലിയമ്മേനെയും കൊല്ലാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും ഈ ശബ്ദം കേട്ട് വരികയാണെങ്കിൽ അവരുടെ കണ്ണിൽ വിതറാനുള്ള മുളകുപൊടി വെഞ്ഞാറമൂട് നാഗരുകുഴിയിലെ കടയിൽ നിന്നും അഫാൻ വാങ്ങിയിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന മൊഴിയാണ് പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ ഈ മുളക് പൊടി തെളിവെടുപ്പ് സമയത്ത് അഫാൻ കരുതിയിരുന്ന ആ ചെറിയ ബാഗിൽ നിന്നും കണ്ടെടുത്തിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ചുറ്റിക തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യമായിരുന്നു. അത് ഏറ്റവും ചെറിയ ആണി തറയ്ക്കുന്ന ചുറ്റികയാണ് കൊലപാതകത്തിന് തെരഞ്ഞെടുത്തത്. ഏറ്റവും വേഗത്തിൽ അടിക്കുകയാണെങ്കിൽ ഒറ്റ ഷോട്ടിന് മരണം സംഭവിക്കുമെന്ന് അഫാന് വിവരം കിട്ടിയിരുന്നു, അല്ലെങ്കിൽ അഫാൻ അത്തരത്തിലുള്ള വിവരശേഖരണങ്ങൾ നടത്തിയിരുന്നു. ആ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചുറ്റിക പോലുള്ള ആയുധം കൊലപാതകത്തിനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. കാമുകി ഫർസാനയെ കൊലപ്പെടുത്തുന്നത്, ഫർസാനയുടെ കഴുത്തിൽ കിടന്ന മാല അഫാൻ വാങ്ങി പണയം വെച്ചിരുന്നു. ഈ പണയം വെച്ച മാല നിരന്തരം തിരിച്ചു തരാനായിട്ട് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം അഫാനയുടെ ഉമ്മ കഴുത്തിന് മാലയില്ലാത്തതായിട്ട് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ സമ്മർദ്ദം ഫർസാന അഫാന് മേലും ചെലുത്തിയിരുന്നു. ഈ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരന്തരം ഈ പണയം വെച്ച മാല തിരികെ ചോദിച്ച വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഫർസാനയെ കൊലപ്പെടുത്താനായിട്ടുള്ള കാരണമായിട്ട് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫർസാന ആവശ്യപ്പെട്ടത് പ്രകാരം ഫർസാനയുടെ മാല തിരികെ, അതായത് ഈ അഫാന്റെ വാപ്പ റഹീമിന്റെ കാറ് പണയപ്പെടുത്തി ആ മാല തിരികെ എടുത്ത് കൊടുത്തിരുന്നു. എന്നിട്ടും ആ വൈരാഗ്യം അവിടെ അവസാനിച്ചില്ല എന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. കൊലപാതകം നടക്കുന്ന ദിവസം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം ആ മുറി പൂട്ടിയതിനു ശേഷം ആ താക്കോല് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്തിരുന്നു. ഈ താക്കോലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ കൊലപാതക ശ്രമത്തിന് ശേഷമാണ് അഫാൻ ഫർസാനയെ നസീബ ബീവിയെ കൊലപ്പെടുത്താൻ പോകുന്നത്. നസീബ ബീവിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ചുള്ളാളത്ത് വന്ന അബ്ദുൾ ലത്തീഫിനെയും അതോടൊപ്പം തന്നെ സാജിദ ബീഗത്തെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം വെഞ്ഞാറമൂട്ടിലെ വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്താണ് ഫർസാനയെ ഫോണിൽ വിളിച്ച് പറയുന്നത് ഉമ്മയ്ക്ക് തീരെ സുഖമില്ല, ഫർസാനെ കാണണമെന്ന് വിളിച്ചു പറയുന്നു. ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഫർസാന വരണമെന്ന് അഫ്സാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഫർസാന വെഞ്ഞാറമൂട് വരികയും ഫർസാനയെ കൂട്ടി അഫാന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗേറ്റിന്റെ താക്കോൽ നഷ്ടപ്പെടുന്നു. സമീപത്തുള്ള സൈഡിലുള്ള ചെറിയ മതിൽ ചാടിക്കടന്നാണ് ഇരുവരും മുകളിലേക്ക് വീട്ടിനകത്തേക്ക് കയറുന്നത്. വീട്ടിനകത്തിന് കയറിയ ശേഷം അഫാൻ ഫർസാനയോട് ഈ 3 പേരെയും കൊലപ്പെടുത്തിയ കാര്യം പറയുന്നു. ആ സമയത്ത് ഫർസാന രക്ഷപ്പെടാനായി കരയുന്നു. ഈ സമയത്താണ് കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് ഫർസാനയുടെ നെറുകം തലയ്ക്ക് നെറ്റിയിൽ അടിക്കുന്നത്. ഫർസാനയുടെ ആദ്യ മരണം ഉറപ്പിക്കാത്തതിന് കാരണം പിന്നീട് നിരവധി തവണ ഫർസാനയുടെ മുഖത്തും തലയിലും ആഞ്ഞടിക്കുന്നു. അതിനുശേഷം അനിയൻ അഫ്സാൻ വരുന്നു. അഫ്സാനോടും ഈ ഡ്രോയിങ് റൂമിനകത്തേക്ക് കയറുന്ന സമയത്ത് കൊലപാതകങ്ങൾ ചെയ്ത കാര്യം പറയുന്നു. അതിനുശേഷമാണ് അഫ്സാനെയും കൊലപ്പെടുത്തത്. അഫ്സാൻ പെടഞ്ഞ് മരിക്കുന്നത് ഈ അഫാൻ നോക്കി നിന്നുവെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അപ്പോൾ ക്രൂരമായിട്ട്, നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിൽ അതിക്രൂരമായിട്ടും അതുപോലെ തന്നെ മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകമാണ് അഫാൻ ചെയ്തിട്ടുള്ളത്. ആ കൊലപാതകങ്ങൾ ചെയ്തതിൽ അഫാന് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല. സ്വന്തം ഉമ്മയും സ്വന്തം ബന്ധുക്കളും
സ്വന്തം അനിയനും സ്നേഹിച്ച പെൺകുട്ടിയും പിടഞ്ഞു മരിക്കുന്നതും ആ പിടയലിന് മേൽ വീണ്ടും ആയുധം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ച് വീണ്ടും അതിക്രൂരമായിട്ടാണ് അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പോലീസ് സ്റ്റേഷനുകളാണ് കേസ് അന്വേഷിക്കുന്നത്. പാങ്ങോട് പോലീസ്, കിളിമാനൂർ പോലീസ്, വെഞ്ഞാറമൂട് പോലീസ്. നാളെ അതായത് തിങ്കളാഴ്ച ചുള്ളാളത്തെ 2 കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിളിമാനൂർ പോലീസ് ഈ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും. ഈ 3 കേസുകളിലും പ്രധാനമായിട്ടും കൊലപാതകത്തിന്റെ ഇന്റൻഷൻ നടന്നിട്ടുള്ളത് വെഞ്ഞാറമൂട് പേരുമലയിലുള്ള അഫാന്റെ വീട്ടിലാണ്. ഈ 3 കേസുകളുമായി ബന്ധപ്പെട്ടും അഫാനെ ആ വീട്ടിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവരും. കാരണം അവിടെ വെച്ചാണ് ഉമ്മയെ തലയ്ക്കടിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോയി പണം കണ്ടെത്തി ചുറ്റികല്ല് വാങ്ങി തിരികെ വരുന്ന സമയത്ത് ഉമ്മ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും കയ്യിൽ കരുതിയ ചുറ്റിക ഉപയോഗിച്ച് ആഞ്ഞടിക്കുകയും പിന്നീട് നസീബ ബീവിയെ കൊലപ്പെടുത്താൻ പോവുകയും അവിടെ നിന്ന് ചുള്ളാളത്ത് വീട്ടിൽ പോയി 2 കൊലപാതകം നടത്തി തിരികെ വന്ന് ഈ വീട്ടിൽ തന്നെ വന്ന് വീണ്ടും 2 കൊലപാതകങ്ങൾ ചെയ്യുകയും. അപ്പം നമുക്ക് ഒരു മനുഷ്യ മനസാക്ഷിക്ക് ചിന്തിക്കുന്നതിനപ്പുറം ക്രൂര കൊലപാതകമാണ് അഫാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും ടിൻഡു ദാസ്, ഒരു 23-കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന മൊഴികളാണ് അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. കൊലപാതക പരമ്പര തന്നെ നടത്തിയ അഫാൻ ഇങ്ങനെ തെളിവെടുപ്പിൻ്റെ ഭാഗമായി മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.